ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പത്രികാ സമർപ്പണം പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി. ജലന്ധർ MP സുശീൽ കുമാർ റിങ്കു BJPയിൽ ചേർന്നു. ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബറിന് മുൻപ് നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. രണ്ടാം ഘട്ട വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാഹചര്യം വിലയിരുത്തി. സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പര്യാപ്തമെന്ന നിഗമനം. 13 സംസ്ഥാനങ്ങളിലെ 89 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് നാളെ പ്രസിദ്ധീകരിക്കുക. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെയാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ 26-നാണ്. നാളെ മുതൽ ഏപ്രിൽ 4 വരെ കേരളത്തിൽ പത്രിക സമർപ്പിക്കാം. പത്രിക പിൻവലിക്കാൻ ഏപ്രിൽ 8 വരെയാണ് അവസരം. ഏപ്രിൽ 19-ന് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 102 മണ്ഡലങ്ങളുടെ വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു. അതിനിടെ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി MP സുശീൽ റിങ്കു BJPയിൽ ചേർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏക MP BJPയിലേക്ക് പോയത് ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായി. ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബറിന് മുൻപ് നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സൂചന നൽകി. ഇതിനു മുന്നോടിയായി ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി മടക്കി നൽകും. 24 ഡൽഹി.